ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് വീണ്ടും ഒരിക്കലൂടെ ദൈവത്തിൻ്റെ വചനം കേൾക്കാനും പഠിക്കാനും ധ്യാനിക്കാനും ഒക്കെ കർത്താവ് നൽകുന്ന നല്ല അവസരത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രത്യേകിച്ച് മനുഷ്യവർഗത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആ മിഷൻ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, അവൻ പാപം ചെയ്തപ്പോൾ അവനെ വീണ്ടെടുത്തു, അവനെ വിളിച്ചു വേർതിരിച്ചു, അവനെ ഭൂമിയിൽ ആക്കി. ദ മിഷൻ ഓഫ് ഗാഡ് ഇൻ മാൻസ് ലൈഫ്. ദൈവത്തിന്റെ പദ്ധതി, മിഷൻ എന്ന് പറയുമ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം എന്ത് ലക്ഷ്യത്തോടുകൂടെ സൃഷ്ടിച്ചു. ഇപ്പോൾ നമ്മൾ ദൈവത്തിന്റെ ഹിതം നിരന്തരം മനസ്സിലാക്കണം. പക്ഷെ നമ്മൾ അതിന്റെ കുറച്ചുകൂടെ പശ്ചാത്തലത്തിലേക്ക് പോയാൽ, വാട്ട് വാസ് ഗോഡ്സ് മിഷൻ ഇൻ ക്രിയേറ്റിംഗ് മാൻ, ഇൻ റിഡീമിംഗ് മാൻ, ഇൻ കോളിംഗ് മാൻ? ദ മിഷൻ ഓഫ് ഗാഡ് ഇൻ മാൻസ് ലൈഫ്. ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ. അതിൽ പല കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ 2 കാര്യങ്ങളാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാനത് പഠിച്ചപ്പോൾ ശരിക്കും അത് വളരെ വിശാലമാണ്. വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മിഷൻ എന്താണ്? വെൻ ഗാഡ് ക്രിയേറ്റ്സ് എ മാൻ, വാട്ട് വാസ് ഹിസ് മിഷൻ? എന്നാൽ വ്യക്തി എന്ന നിലയിൽ മാത്രമല്ല ദൈവം നമ്മളെക്കുറിച്ച്, നമ്മുടെ ഐഡന്റിറ്റി കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഗാഡ് വാണ്ട്സ് ടു സീ ആസ് എ ഫാമിലി, ഒരു കുടുംബം എന്ന നിലയിൽ. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതി വ്യക്തികളുടെ ജീവിതത്തിലും അതേപോലെ ആ വ്യക്തി ഉൾപ്പെടുന്ന കുടുംബത്തിന്റെ ജീവിതത്തിലും ദൈവിക പദ്ധതി നമുക്ക് പഠിക്കാനായിട്ട് കഴിയണം. അതാണ് നമ്മൾ ഈ ദിവസങ്ങളിലെ ക്ലാസ്സുകളിൽ പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. വിശാലമായി പഠിച്ചാൽ സഭയെക്കുറിച്ചും ദൈവത്തിന് ഒരു കൈൻഡ് ഓഫ്, നമ്മൾ ഹ്യൂമൻ വേയിൽ പറയുമ്പോൾ മിഷൻ എന്ന് പറയുന്നതെന്നുള്ളതേ ഉള്ളൂ. ദൗത്യമുണ്ട് സഭയെക്കുറിച്ച്, ലോകത്തെക്കുറിച്ച്, എല്ലാം ദൈവം ലോകത്തെ സൃഷ്ടിച്ചതും എല്ലാ കാര്യത്തിലും, അല്ലെങ്കിൽ ഈ ഇന്നത്തെ ലോകത്തെക്കുറിച്ച് ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. ആ ദൈവിക പദ്ധതി നമുക്ക് അത്ര വിശാലമായിട്ട് പോകാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ വ്യക്തി എന്ന നിലയിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വാട്ട് ഈസ് ഗോഡ്സ് മിഷൻ, വാട്ട് ഈസ് ഗോഡ്സ് ഡിസയർ എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചു. അതായത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ വിശുദ്ധരായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതാണ് നമ്മൾ അന്ന് എംഫസൈസ് ചെയ്ത് പഠിച്ചത്. പക്ഷേ ഇത് ഇപ്പോൾ നമ്മൾ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോഴും അതിനുശേഷവും ഒക്കെയുള്ള, അവനെ വിളിക്കുമ്പോഴും ഒക്കെയുള്ള ദൈവിക പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ യഥാർത്ഥത്തിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ദൈവിക പദ്ധതി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ പദ്ധതികളല്ല പ്രത്യുത ദൈവത്തിന്റെ പദ്ധതിയാണ് പ്രധാനം. അതായത് മനുഷ്യൻ ദൈവത്തെ കണ്ടെത്തിയതോ അങ്ങനെയൊക്കെയാണ് പലപ്പോഴും മതങ്ങളിൽ. മനുഷ്യൻ ദൈവത്തെ കണ്ടെത്തുന്നു, അല്ലെങ്കിൽ മനുഷ്യൻ ദൈവത്തെ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള റിലേഷനിലേക്ക് വരാനാ. പക്ഷേ വേദപുസ്തകത്തിലെ ദൈവം എന്ന് പറയുന്നത് ദൈവമാണ് ഇനീഷ്യേറ്റർ. അതാണ് അതിനകത്തെ വ്യത്യാസം. എല്ലാം ആരംഭിച്ചത് ദൈവമാണ്. മനുഷ്യൻ ഉണ്ടായിട്ട് പിന്നെ ദൈവത്തെ തിരക്കുകയല്ല. പ്രത്യുത വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ സൃഷ്ടി തന്നെ, ദൈവം സൃഷ്ടിക്കുകയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പൊ നമ്മളൊരു കാര്യം ഉണ്ടാക്കുമ്പോൾ ആ ഉണ്ടാക്കുന്ന ആൾക്കല്ലേ അതിനൊരു ലക്ഷ്യമുള്ളത്. ഇപ്പൊ എന്റെ കയ്യിലൊരു വാച്ച് കിടക്കുന്നു. ഈ വാച്ച് എന്തെങ്കിലും തീരുമാനിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ വാച്ച് എന്തെങ്കിലും എനിക്ക് എങ്ങനെ പ്രയോജനപ്പെടാം, അല്ലെങ്കിൽ സാജു എന്ന് പറയുന്ന വ്യക്തിക്ക് ഞാൻ എങ്ങനെ പ്രയോജനപ്പെടാൻ കഴിയുമെന്നൊക്കെ ചിന്തിച്ചൊന്നുമല്ലല്ലോ വാച്ചിരിക്കുന്നത്. ഇവിടെ വാച്ച് ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വാച്ചിനെ കുറിച്ച് നമുക്ക് ഒരു ലക്ഷ്യമുണ്ട്. അതാണ് വാച്ചിന്റെ മിഷൻ എന്ന് പറയുന്നത്. ദൗത്യം. സമയം കാണിക്കാൻ വേണ്ടിയാണ് വാച്ച്. എനിക്ക് സമയം അറിയാൻ വേണ്ടിയാണ് വാച്ച്. വാച്ച് ഉണ്ടാക്കിയത് തന്നെ അതിനു വേണ്ടിയാണ്. ഉണ്ടാക്കിയത് തന്നെ. ഇപ്പൊ നമ്മൾ ചിലപ്പം ഈ പണ്ടൊക്കെ പറയുമായിരുന്നിരുന്നുണ്ട്, എന്തിനാണ് ഇതും കെട്ടിക്കൊണ്ട് നടക്കുന്നത്? ഓടാത്ത വാച്ചിനെ കണ്ട് നമ്മൾ ചിലപ്പോൾ പറയും, കൊണ്ടുപോയി ചുണ്ണാമ്പിടാന്ന് പറയാറുണ്ട്, അല്ലേ? കേട്ടിട്ടുണ്ട്, ചുണ്ണാമ്പിട്. അപ്പൊ പണ്ടൊക്കെ ആളുകൾ ഈ വെറ്റില മുടക്കുമ്പോഴത്തേക്ക് ചുണ്ണാമ്പ് ഇങ്ങനെ സൂക്ഷിക്കുമല്ലോ. അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ വെറ്റില മുടക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ഈ വാച്ചിന്റെ ഈ ഗ്ലാസ്സും ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇതിനകത്ത് ഇച്ചിരി ചുണ്ണാമ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വേണമെങ്കിൽ ചുണ്ണാമ്പിടാനും ഉപയോഗിക്കാം. പക്ഷേ ചുണ്ണാമ്പിടാൻ വേണ്ടിയല്ല വാച്ച് ഉണ്ടാക്കിയത്. ഈ വാച്ച് മേക്കർ അതെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരും. കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
എത്രയോ നോബിളായിട്ടുള്ള ഒരു കോസിന് വേണ്ടി ഉണ്ടാക്കിയതായി വാച്ച്. അതിൽ നിന്ന് കുറഞ്ഞ എന്തിനു വേണ്ടി ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാലും ഇത് ഉണ്ടാക്കിയ വ്യക്തി ദുഃഖിക്കുകയാണ്, ദ വാച്ച് മേക്കർ. ഓക്കെ, എന്നതുപോലെ മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവമാണെങ്കിൽ ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട്. ദൈവത്തിന് ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഗോഡ് ഹാസ് എ മിഷൻ അബൌട്ട് മാൻ. മനുഷ്യനെ കുറിച്ച് ഞാൻ അതിന്റെ മിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ മലയാളം പദ്ധതി എന്ന് ഞാനങ്ങ് പറയുകയാണ്. പക്ഷെ പദ്ധതിയേക്കാൾ കുറച്ചുകൂടെ ആഴമുള്ള ഒരു അർത്ഥമാണ് മിഷൻ. അറിയാം, നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? അതിൽ നിന്ന് കുറഞ്ഞ ഒരു അനുഭവത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ വാച്ച് മേക്കർ വാച്ചിനകത്ത് ചുണ്ണാമ്പിടുമ്പോൾ കാണുന്നത് പോലെയുള്ള ഒരു ദുഃഖമായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും, അത് വിശ്വാസികളുടെ മാത്രമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും മനസ്സിലാക്കണം, സൃഷ്ടിക്കപ്പെട്ട എല്ലാ മനുഷ്യരും മനസ്സിലാക്കണം, എന്നെ സൃഷ്ടിച്ചപ്പോൾ എന്റെ സൃഷ്ടാവിന് ഒരു ലക്ഷ്യമുണ്ട്, ഒരു ദൗത്യമുണ്ട്. അത് നിർവഹിക്കുക എന്നുള്ളതാണ് എന്റെ ചുമതല. അല്ലാതെ എന്റെ കുറച്ച് പദ്ധതികൾ നടപ്പാക്കുക എന്നുള്ളതല്ല. ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരു പദ്ധതി ദൈവം പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്നിൽ ചെയ്തെടുക്കാനുള്ള ഒരു പ്ലാനുണ്ട്. നമ്മള് കഴിഞ്ഞ ബൈബിൾ ക്ലാസ്സിലും പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ പദ്ധതികളുമായിട്ടാണ് ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. നമ്മളെ കുറെ പദ്ധതികളുമായിട്ട് ദൈവത്തിന്റെ അടുത്ത്, അങ്ങനെ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥനകൾ പോലും നമ്മുടെ പദ്ധതികൾ ദൈവത്തെ കൊണ്ട് ചെയ്തെടുപ്പിക്കാനുള്ള ഒരു, അല്ലെങ്കിൽ ദൈവം അത് നിർവഹിച്ചു തരാനായിട്ട് നമ്മൾ പറയാണ് എനിക്ക് ഇന്ന പദ്ധതികളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെല്ലുന്നത്. ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു ഇഷ്ടമുണ്ട് എന്ന്, കർത്താവിന്റെ ഇഷ്ടം ഗ്രഹിച്ചുകൊള്ളുവിൻ എന്ന മെസ്സേജിനകത്ത് ഞാൻ പറഞ്ഞു, ഗാഡ് ഹാസ് എ ഡിസയർ അബൌട്ട് അസ്. എഫെസ്യ ലേഖനം 1-ാം വാക്യമൊക്കെ ഒന്ന് വായിച്ചത് നിങ്ങൾ ഓർമ്മയുണ്ടാവും. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന്. അവന്റെ വിളിയാലുള്ള ആശ ഇന്നത് എന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടെ, അവൻ നമ്മളെ വിളിക്കുന്നതിന് മുമ്പ് തന്നെ, അവൻ നമ്മളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അവൻ എന്തുണ്ട്? ഒരു ആശയുണ്ട്, അല്ലെങ്കിൽ ഒരു ദൗത്യമുണ്ട്, ഒരു സ്വപ്നമുണ്ട്, ഒരു പദ്ധതിയുണ്ട്. അതറിയുന്നതാണ്. അത് ഞാൻ അറിയണം എന്ന് തന്നെയല്ല, ആ ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ദൗത്യം, ദൈവം എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നതായ ആ ദൈവിക ദൗത്യം പൂർത്തീകരിക്കുന്നതാണ് എന്റെ ജന്മസാഫല്യം എന്നൊക്കെ പറയുന്നത്. നമ്മൾ സാധാരണ പറയുമല്ലോ ജന്മസാഫല്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജനനം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു കാര്യം നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ പറയും അത് അവന്റെ ജന്മസാഫല്യമാണ്. അവൻ ജനിച്ചത് അല്ലെങ്കിൽ അവന്റെ ജന്മം സഫലമായി തീർന്നു എന്ന് പറയുന്നത് പോലെ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നത് നമ്മുടെ ജന്മസാഫല്യമാണ്. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ പല പല കാര്യങ്ങളുണ്ട്. അതിനകത്ത് വ്യക്തി എന്ന നിലയിലും കുടുംബം എന്ന നിലയിലും നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി തിരിച്ചറിഞ്ഞ് പ്രാവർത്തികമാക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസത്തെ ക്ലാസ്സുകൾ എടുക്കുന്നത്. ഇത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കർത്താവിന്റെ ഇഷ്ടമില്ലതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞ ആ ക്ലാസിന്റെ തന്നെ ഒരു തുടർച്ചയെന്ന് പറയാൻ പറ്റിയല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അതിന്റെ ആരംഭമാണ്. അതുകൊണ്ട് വ്യക്തി എന്ന നിലയിൽ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണ് എന്ന് നമ്മൾ അറിയണം. നമ്മൾ മനസ്സിലാക്കുന്ന പോലെ ഇന്ന് മിക്കവരും ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെന്നുള്ളത് തന്നെ മറന്നു പോകുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ പദ്ധതികളുമായിട്ട് നമ്മൾ ദൈവത്തിലെടുത്ത് ചെല്ലുന്നത്. ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരു വാച്ച് വന്ന് എന്നോട് വാച്ചിന് ചില കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കണം എന്ന് പറയുന്നതും വാച്ച് നിർമ്മിച്ച ഒരു വ്യക്തി അല്ലെങ്കിൽ വാച്ച് വാങ്ങിച്ച വ്യക്തി ഞാൻ പ്രതീക്ഷിക്കുന്നതിനാണ് രണ്ടാണ് അല്ലേ? എന്നതുപോലെ എന്നെ സൃഷ്ടിച്ച ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ആ സ്വപ്നം അല്ലെങ്കിൽ ദൗത്യം, ദൈവത്തിന്റെ ദൗത്യം എന്ന് പറയുമ്പോൾ ദൈവം എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നതായ ദൗത്യം എന്ന അർത്ഥത്തിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് തന്നെ ഞാൻ മറന്നു പോകുന്നു. പകരം ഞാൻ എൻ്റെ സ്വപ്നങ്ങളുമായിട്ടും എൻ്റെ പദ്ധതികളുമായിട്ടും ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അത് വലിയൊരു അപകടമാണ്. അങ്ങനെ വേണമെന്നാണ് പലപ്പോഴും നമ്മളെ ആൾക്കാർ പഠിപ്പിക്കുന്നത്. ഈ പോസിറ്റീവ് ചിന്തകരും ആധുനിക പ്രോസ്പെരിറ്റി പ്രസംഗകരും പലപ്പോഴും പറയുന്നത് നമുക്ക് നമ്മുടേതായ ഒരു പദ്ധതി ഉണ്ടായിരിക്കണമെന്നാ.
ആ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് ദൈവത്തിന്റെ അടുത്ത് ചെല്ലണം. അപ്പം നമുക്കത് ചെയ്തു തരും, ദൈവം ചെയ്തു തരും. ദൈവം നമ്മൾ പറയുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മുടെ പിള്ളേർ എന്തെങ്കിലും നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുന്നത് പോലെ ദൈവം ചിലപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്തു തന്നിരിക്കും. പക്ഷേ പലപ്പോഴും നമ്മൾ മറക്കുന്ന കാര്യമുണ്ട്, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി എന്താണ് എന്നുള്ളത് നമ്മൾ അതിനെ ഗ്രഹിക്കുന്നില്ല. നമ്മുടെ പദ്ധതികളുമായി ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലാൻ നമ്മൾ വെമ്പൽ കൊള്ളുന്നത് കൊണ്ട് ഇതിനിടയ്ക്കൊന്ന് നിന്ന്, ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് പോലും നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, കർത്താവെ അത് ഞാൻ ആഗ്രഹിക്കുന്നു, കർത്താവെ നിന്റെ സന്നിധി ഞാൻ അതുമായിട്ട് വരുന്നു, എൻ്റെ മോഹങ്ങളുമായി, എൻ്റെ സ്വപ്നങ്ങളുമായി, എൻ്റെ പദ്ധതികളുമായിട്ട്. എല്ലാവരും പദ്ധതികളാണ്, പ്രോജക്ട്സ്. അങ്ങനെ നമ്മുടെ പ്രോജക്റ്റുമായിട്ട് നമ്മൾ ചെല്ലുന്ന അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നത് നല്ലതാണ്. ഇപ്പൊ എനിക്കും ആഗ്രഹമുണ്ട് ഇന്ത്യയിൽ ഒരു 10,000 സഭകളും ഉണ്ടായാൽ നല്ലതായിരുന്നെന്ന്. അത് ആഗ്രഹമാണ്, പക്ഷെ അതെന്റെ പ്രോജക്റ്റ് അല്ല. ദൈവം എന്നെക്കുറിച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ അവരോട് പറഞ്ഞ കാര്യം ഇതാണ്, എനിക്കറിയില്ല, ദൈവം എന്നോട് പറയുന്ന കാര്യം ഞാൻ ചെയ്യും. സഭകൾ ഉണ്ടായിക്കോട്ടെ, പക്ഷേ എനിക്കൊരു പ്രോജക്റ്റ് ആ രീതിയിൽ തരാനായിട്ട് ഇല്ല. കൊടുക്കുന്നവരെയെല്ലാം ഞാൻ കുറ്റം പറയുന്നൊന്നുമില്ല. കാര്യം മിക്കപ്പോഴും നമ്മുടെ മിഷൻ ഓർഗനൈസേഷൻസ് പോലും മാനേജ്മെന്റ് ടെക്നിക്സിന് അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ആ ടെക്നോളജിയൊക്കെ അനുസരിച്ചാണ് പലപ്പോഴും പോകുന്നത്. ഈ ചർച്ച് ഗ്രോത്ത് എന്ന് പറഞ്ഞ് നമ്മൾ കൂടുന്ന പല സെമിനാറുകളിലും എങ്ങനെ നമ്മുടെ പദ്ധതികൾ നടപ്പാക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനങ്ങളും മറ്റുമാണ്. ആഗ്രഹം ഉണ്ടാകുന്ന നല്ലതാണ്, പക്ഷേ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് തിരിച്ചറിയുന്നതല്ലേ കുറെ കൂടെ അഭികാമ്യം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളോട് എതിർക്കുന്നെന്ന ഒന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ പിള്ളേർ എന്തെങ്കിലുമൊക്കെ പ്രോജക്റ്റ് നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അവരെ തല്ലിക്കൊല്ലത്തൊന്നുമില്ലല്ലോ. ചിലപ്പോൾ നടക്കാത്ത വല്ല പ്രോജക്റ്റും ആയിരിക്കും പറയുന്നത്, പക്ഷെ ആ പിള്ളേർക്ക് അതൊന്നും ആവശ്യമുള്ളതും ആയിരിക്കത്തില്ല. എന്നാലും കുഞ്ഞുങ്ങളല്ലേ, നമ്മൾ അതൊക്കെ അങ്ങ് സഹിക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മളെ പലപ്പോഴും ദൈവം സഹിക്കുന്നുണ്ട്. പണ്ടോട് പറഞ്ഞ പോലെ ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ കറക്റ്റാണ് ഇത്രത്തോളം യഹോവ സഹിച്ചു എന്ന് പറയുന്നത്, ഇല്ലേ? അങ്ങനെ പ്രോജക്റ്റുകൾ ഉണ്ടാക്കുന്നതായ ഒരു അത് ചെയ്യുന്നവർ ചെയ്യട്ടെ, ഞാൻ അതിനെ എതിര് പറയുകയല്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മളെ ഇടയ്ക്കൊന്ന് ഇരുന്നൊന്ന് ചോദിക്കണം, കർത്താവേ നിന്റെ പ്രോജക്റ്റ് എന്നാ? നമ്മുടെ പ്രോജക്റ്റുമായിട്ട് ദൈവത്തിന്റെ അടുത്ത് ചെന്ന് ഇരിക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കണം, നമ്മൾ ദൈവത്തോടൊന്ന് ചോദിക്കണം, കർത്താവേ വാട്ട് ഈസ് യുവർ പ്രോജക്റ്റ്, വാട്ട് ഈസ് യുവർ വിഷൻ അബൌട്ട് മീ? എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ ദർശനം എന്താണ്, എന്നെക്കുറിച്ച് അങ്ങ് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് നമ്മൾ അങ്ങോട്ട് ചോദിക്കാനായിട്ട് അല്പസമയം. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ പ്രാർത്ഥന നമ്മൾ പറയുമ്പോഴും ഓടിച്ചെന്ന് നമുക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് ഇങ്ങ് പോരുക. പക്ഷെ ദൈവത്തിന് പറയാനുള്ളത് നമ്മൾ കേൾക്കണ്ടേ? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. പലപ്പോഴും പ്രാർത്ഥനകൾ ഒരു വൺ വേ ട്രാഫിക് പോലെ, ചെല്ലുക, നമ്മുടെ പ്രോജക്റ്റ് എല്ലാം ദൈവസന്നിധി ചെന്ന് പറയുക, എന്നിട്ട് പെട്ടെന്ന് എണീറ്റ് പോരുക. നമുക്ക് പറയാനുള്ളതെല്ലാം ദൈവസന്നിധി പറഞ്ഞു, നമ്മുടെ അപ്പനാ, അതുകൊണ്ട് പറയുന്നതിൽ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ അടുത്തൊന്നും ചെന്ന് പറയരുതെന്നല്ല ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു, പക്ഷെ അതിനെ പ്രോജക്റ്റ് എന്ന് വിളിക്കുമ്പോഴായി പ്രശ്നം. കർത്താവേ ഇന്ത്യയിൽ 10,000 സഭകൾ ഈ അടുത്ത 5 വർഷത്തിനകത്ത് ഉണ്ടാകണമെന്ന എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. നല്ല കാര്യമാണ്, അതിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ ദൈവത്തോട് ചോദിക്കണം, അതിൽ എൻ്റെ പങ്ക് എന്താണ്? വാട്ട് യു വാണ്ട് മീ ടു ഡു? ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ ആഗ്രഹിക്കുന്നത്? നമ്മുടെ പദ്ധതികളുമായി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലുന്നതിനേക്കാൾ ബെറ്റർ അല്ലെങ്കിൽ ആവശ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പദ്ധതിക്കായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്. അങ്ങനെ ദൈവത്തിന്റെ പദ്ധതി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ വലിയ പ്രോജക്ട്സ് ഒന്നും ഉണ്ടാക്കത്തില്ല. കാര്യം നമുക്കൊരു പ്രോജക്റ്റ് നമ്മൾ ഉണ്ടാക്കിയാൽ തന്നെ നമ്മുടെ കപ്പാസിറ്റി, ബ്രെയിൻ കപ്പാസിറ്റി വെച്ചല്ലേ നമ്മളിതൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ ദൈവം നമ്മളോട് അതിഭൗതികമായി ഇടപെട്ട് നമ്മളെ ആത്മാവിൽ അവിടുത്തെ ഇഷ്ടം എന്താണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അതിനുവേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുത്ത് ആ ദൈവികമായ പദ്ധതിക്കായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണ്. പകരം നമ്മൾ നമ്മുടെ പ്രോജക്റ്റ് അങ്ങ് പ്ലാൻ ചെയ്ത് പോയാൽ പലപ്പോഴും ദൈവത്തിന്റെ പ്രോജക്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നതിന് അതൊരു തടസ്സം തന്നെ ആകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ദൈവത്തോട് സംസാരിക്കണം, പക്ഷേ കൂടുതൽ ദൈവത്തിൽ നിന്ന് കേൾക്കണം. വേദവസം തന്നെ പഠിപ്പിക്കുന്നത് നിങ്ങൾ
യാക്കോബ് ലേഖനം എഴുതുമ്പോൾ പറയുന്നത് എന്താണ്? നിങ്ങൾ കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവര് ആയിരിക്കും. കേൾപ്പാൻ വേഗതയുള്ളവരായിരിക്കണം. അത് ദൈവ സന്നിധിയിൽ ചെല്ലുമ്പോഴും കേൾക്കാൻ വേഗതയുള്ളവരായിരിക്കണം. അതായത് നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവത്തിൽ നിന്ന് കേൾക്കണം. ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. നമ്മൾ ദൈവവചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൽ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് സംസാരിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല, സംസാരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ അപ്പച്ചനല്ലേ, നമ്മുടെ അപ്പനാ, നമ്മൾ സംസാരിച്ചു. പക്ഷേ കൂടുതൽ സമയം ദൈവത്തിൽ നിന്ന് കേൾക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പദ്ധതികളിലേക്ക് ദൈവത്തെ വലിച്ചിഴയ്ക്കുന്നതല്ല, ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് ഞാൻ ചേരുന്നതാണ് യഥാർത്ഥത്തിൽ ആവശ്യമായിരിക്കുന്നത്. പഴയ നിയമത്തില് അബ്രഹാമിന്റെയും യാക്കോബിന്റെയും വ്യത്യസ്തത നമ്മൾ, അബ്രഹാമിനെ ദൈവം വിളിച്ചു, യാക്കോബിനെയും ദൈവം വിളിച്ചു, ഇസ്ഹാക്കിനെ ഇടയ്ക്ക് വിളിക്കുന്നുണ്ട്. എന്നാൽ അബ്രഹാമിന്റെ വിളിയുടെ ആ സന്ദർഭവും യാക്കോബിന്റെ വിളിയുടെ സന്ദർഭവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ പ്രോജക്റ്റിന്റെ കാര്യം നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനോട് പറയുന്നതായ കാര്യം, ദൈവം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, 1-ാമത്തെ വാക്യമാണ്, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. അപ്പൊ ആദ്യം തന്നെ കർത്താവ് പറയുന്നത് ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന. അപ്പൊ ലീവ് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിയുമ്പോൾ പഴയതിനെ, അല്ലെങ്കിൽ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും ഒക്കെ വിട്ടിട്ട് ഇങ്ങോട്ട് തിരിയുമ്പോൾ ഞാൻ, അടുത്ത യാഥാർത്ഥ്യം ദൈവമാണ്. അപ്പോൾ ദേശവും ചാർച്ചക്കാരും പിതൃഭവനവും എല്ലാം തലേ വലിച്ച് കയറ്റി അവര് പറയുന്നതും കേട്ട് അവരുടെ പ്രോജക്റ്റ് എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എന്ന് പറയുന്ന ദൈവം ഒരു യാഥാർത്ഥ്യമാകാൻ സമയമെടുക്കും. അത് മനസ്സിൽ നിന്നൊന്ന് മാറ്റുമ്പോഴാണ് ഞാൻ എന്ന് പറഞ്ഞ് ദൈവം മുന്നിൽ നിൽക്കുന്നത്. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. അപ്പോൾ ഒരു എബൌട്ട് ടേൺ അടിക്കുകയാണ്. ഇതുവരെ ദേശം, ചാർച്ചക്കാര്, പിതൃഭവനം അതൊക്കെ കണ്ടുകൊണ്ടിരുന്ന അബ്രഹാം എബൌട്ട് ടേൺ അടിച്ച് ഇപ്പോൾ നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്നത് ദൈവം. ദൈവം പറഞ്ഞു, കം ഓൺ, വിൽ ഗോ, ഐ വിൽ ഷോ യു വേർ യു ഷുഡ് ഗോ. എവിടെ പോണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരും. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. അപ്പോൾ തന്നെ അബ്രഹാം അവന്റെ പദ്ധതികളെല്ലാം ഉപേക്ഷിച്ചു. അബ്രഹാം ഹാരാനിൽ താമസിക്കുന്ന സമയമാണിത്. ഈ ഹാരാനിൽ അവന് നല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാരാനിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഹാരാനിൽ അവൻ പട്ടിണി കിടക്കൊന്നും അല്ലായിരുന്നു. ഹാരാനിൽ അവൻ ഇഷ്ടംപോലെ സമ്പത്തുക്കളും ആളുകളും അടിമകളും എല്ലാം ഉണ്ടായിരുന്ന വലിയ വീടുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഹാരാനെ കുറിച്ചുള്ള ഞാനൊരു സ്റ്റഡി നടത്തിയപ്പോൾ മനസ്സിലായത്, ഈ അബ്രഹാമിന്റെ കാലയളവിൽ ഹാരാനിൽ ഇഷ്ടിക വീടുകളൊക്കെ ഉണ്ടായിരുന്നെന്നാണ്. അതായത് അന്ന് ഇഷ്ടിക വീടുകളൊന്നും കോമൺ അല്ല. ഇഷ്ടിക വീടുകളൊക്കെ ഉണ്ടായിരുന്ന വളരെ മനോഹരമായ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റി ആയിരുന്നു ഹാരാൻ. അവിടെ നമ്മൾ താഴെ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നതായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, 5-ാമത്തെ വാക്യത്തിൽ അബ്രഹാം തന്റെ ഭാര്യയായ സാറായെയും സഹോദരന്റെ മകനായ ലോത്തിനെയും തങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തുക്കളൊക്കെയും. അപ്പൊ ഹാരാനിൽ അവൻ പട്ടിണിയൊന്നും അല്ലായിരുന്നു. പല ആളുകളൊക്കെ പറയുമ്പം പറയാറുണ്ട്, അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം ഒന്നുമില്ലാതെ ഹാരാനി കിടന്നപ്പോൾ വിളിച്ചുകൊണ്ട് കൊണ്ടുപോയി ഏതാണ്ട് വലിയ ആനയൊക്കെ കനാനിൽ കൊടുത്തെന്നാ പറയുന്നത്. അങ്ങനൊന്നുമല്ല. ഹാരാനിൽ അവന് എന്തുണ്ടായിരുന്നു? സമ്പത്തുക്കൾ ഉണ്ടായിരുന്നു. ഹാരാനിൽ സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട്. യു സി, അപ്പൊ ഹി ഹാഡ് എവ്രിതിങ് ഇൻ ഹാരാൻ. ഹാരാനിൽ അവൻ എല്ലാം ഉണ്ടായിരുന്നു. ഇനി മറ്റൊരു വലിയ തമാശ, നമ്മൾ പറയുന്നത് പോലെ ഹാരാനിൽ നിന്ന് പുറപ്പെട്ട് കനാൻ ദേശത്ത് വന്നപ്പോഴത്തേക്ക് ഇവൻ അവിടുത്തെ ഏറ്റവും വലിയ ധനികനായി ഒന്നുമില്ല. അബ്രഹാം കന്നുകാലി മുതലായ കാര്യങ്ങളിലൊക്കെ ബഹുസമ്പന്നനായിരുന്നൊരു വാക്കുണ്ട്, അതാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അവൻ നേരത്തെ തന്നെ സമ്പന്നനായിരുന്നു. ഹാരാനി വെച്ചു അവൻ ഇതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കൊരു ക്ഷാമമൊക്കെ ഉണ്ടായപ്പോൾ പിന്നെ അവൻ മിസ്രൈമിലേക്കൊന്ന് ഇറങ്ങിപ്പോയി.
അവിടെ നിന്ന് തിരിച്ചു വന്നപ്പം പിന്നെയും കന്നുകാലിയൊക്കെ ഉണ്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അവന് സ്വന്തമായി വീടും വീട്ടുകാരും അവന്റെ വീട്ടിൽ ജനിച്ച 318 അഭ്യാസികളും ഒക്കെ ഉള്ള ഈ അബ്രഹാം കനാനിൽ വന്ന് താമസിച്ചത് എവിടെയാ? കൂടാരത്തിൽ, കൂടാരങ്ങളിൽ താമസിച്ചുകൊണ്ട്. എന്ന് തന്നെയല്ല, കനാൻ നാട് കൊടുക്കാമെന്ന് കർത്താവ് പറഞ്ഞതേ ഉള്ളൂ, പക്ഷെ കൊടുത്തില്ല. അവർ വാഗ്ദത്ത ദേശത്ത്, എബ്രായ ലേഖനം വായിക്കുമ്പോൾ അവർ വാഗ്ദത്ത ദേശത്ത് അന്യദേശത്തെന്നതുപോലെ പാർത്തു. കൂടാരങ്ങളിൽ വസിച്ചുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ പട്ടണത്തിനായിട്ട് കാത്തിരുന്നു. കനാൻ നാട്ടിലെ ഒരു ഇഞ്ച് സ്ഥലം പോലും ഇവർക്ക് കിട്ടിയില്ലെന്നേ. കർത്താവ് കൊടുക്കാമെന്ന് പറഞ്ഞു, പക്ഷേ കനാൻ നാട് സ്വന്തമായി അവർക്ക് കൊടുക്കുന്നതൊക്കെ എന്നാ എല്ലാം കഴിഞ്ഞ് യോശുവയുടെ കാലയളവിലാണ് കനാൻ നാട് സ്വന്തമായിട്ട് കൊടുക്കുന്നത്. അതുവരെ അബ്രഹാമിനോ ഇസ്ഹാക്കിനോ യാക്കോബിനോ കനാൻ നാട്ടിൽ ഒന്നും കൊടുത്തില്ല. സ്വന്തം ഭാര്യ മരിച്ചപ്പോൾ അടക്കാൻ ഇച്ചിരി സ്ഥലം പോലും അബ്രഹാമിന് സ്വന്തമായിട്ട് അന്നില്ലായിരുന്നു. അപ്പം നമ്മൾ പറയുന്ന ഈ പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ് പറയുന്നതൊന്നും നിങ്ങൾ അത് കേട്ട് കിടന്ന് ചാടുകയും പൊങ്ങുകയും ഒന്നും വേണ്ട. അതൊന്നും അല്ല ദൈവത്തിന്റെ വാഗ്ദത്തം എന്ന് പറയുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നീ നിന്റെ ചാർച്ചക്കാരെയും ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ, അവിടെ ദൈവം അബ്രഹാമിന് ഒരു യാഥാർത്ഥ്യമാവുകയാണ്. അന്നു മുതൽ പിന്നീട് ഒരിക്കലും ദൈവം അവനെ വിട്ടുപോയിട്ടില്ല. അവന് കിട്ടിയത് ദൈവമാണ്. അവൻ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടപ്പോൾ അവന് കിട്ടിയത് ദൈവമാണ്. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ അടുത്ത് അബ്രഹാം ഒരു പ്രോജക്റ്റും വെച്ചില്ല എന്നുള്ളതാണ്. ദൈവത്തിന്റെ അടുക്കൽ അബ്രഹാമിൻ്റെതായ ഒരു പ്രോജക്റ്റും വെച്ചില്ല, ഒന്നും ആവശ്യപ്പെട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ അബ്രഹാം ദൈവത്തോട് എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ടോ ഇവിടെ? കർത്താവേ ഞാൻ വിട്ടാല് നീ എനിക്ക് എന്താ തരുന്നത് എന്ന് ചോദിക്കുന്നില്ല. കനാൻ നാട്ടിൽ ചെന്നപ്പം ഈ ദേശം നിന്റെ സന്തതിക്ക് ഞാൻ അവകാശമായി തരുമെന്ന് പറഞ്ഞു, പക്ഷെ ഇറങ്ങിയപ്പോ പറഞ്ഞില്ല. ഒന്നും കേൾക്കാതെ ഒന്നും കാണാതെ അവൻ ദൈവത്തെ മാത്രം കണ്ട് ഇറങ്ങി പുറപ്പെടുകയാണ്. ദൈവം പറയുന്നത് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്. അപ്പോൾ സകല പ്രോജക്റ്റും ആരുടെ കയ്യിലാ? ദൈവത്തിന്റെ കയ്യില. ഇവന് പ്രോജക്റ്റ് ഒന്നുമില്ല. അതുകൊണ്ട് അവന്റെ പിന്നാലെ പോകുവാൻ ഒരു പുതിയ ടേൺ, ഒരു പുതിയ നിലയിൽ അന്നുവരെ ഉണ്ടായിരുന്ന ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉപേക്ഷിക്കുകയാണ്. നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ അർത്ഥം? നമ്മുടെ പദ്ധതികളുടെ എല്ലാം ഉപേക്ഷണം. ഒരുപക്ഷെ ദൈവം അവന് അബ്രഹാമിന് പ്രത്യക്ഷനാകുന്നതിന് മുമ്പ് ഹാരാനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അവന് പല പദ്ധതികൾ ഉണ്ടായിരുന്നിരിക്കണം. അബ്രഹാം അത്ര മോശക്കാരനൊന്നുമല്ലല്ലോ. ഇത്രയും സമ്പത്തും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരാൾക്ക് തീർച്ചയായും പല പ്രോജക്റ്റുകൾ ഉണ്ടായിരുന്നിരിക്കണം. പക്ഷെ കർത്താവ് പറഞ്ഞു, നിന്റെ പ്രോജക്റ്റ് എല്ലാം വിട്, നിന്റെ പ്രോജക്റ്റ് എല്ലാം വിട്. ഇന്നും ദൈവം യഥാർത്ഥത്തിൽ നമ്മളെ വിളിക്കുമ്പോൾ നമ്മുടെ പ്രോജക്റ്റുകളിലേക്ക് ദൈവത്തെ ഇറക്കിക്കൊണ്ടുവരുവാനല്ല നോക്കേണ്ടത്. ദൈവം വിളിച്ചാൽ പിന്നെ നമ്മുടെ പ്രോജക്ട്സിന്റെ ഉപേക്ഷണമാണ് അടുത്ത പടി. എന്നിട്ട് നേരെ എബൌട്ട് ടേൺ അടിച്ച് കർത്താവിലേക്ക് നോക്കുക. കർത്താവിനോട് പറയുക, കർത്താവേ എനിക്കൊരു പ്രോജക്റ്റും ഇല്ല, കർത്താവേ ഞാൻ നിന്നെ മാത്രം കാണുന്നു. അബ്രഹാമിന്റെ ഇമ്മീഡിയറ്റ് റിയാലിറ്റി ആയിട്ട് ദൈവം വന്ന് വഴിമുടക്കി നിൽക്കുകയാണ്. ഞാൻ ശിഷ്യത്വത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഡിട്രിഷ് മോണോഫർ പറഞ്ഞൊരു വാക്കാണ്, when somebody becomes a disciple, Jesus is becoming his immediate reality. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ജീസസ് ഈസ് കമ്മിങ് ഇൻ ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് നോർമൽ ലൈഫ്. അവന്റെയും അവന്റെ സാധാരണ ജീവിതത്തിന്റെയും മധ്യത്തിൽ യേശു വന്ന് വഴിമുടക്കി നിൽക്കുകയാണ്. എന്നെ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങളുടെ പ്രോജക്റ്റ് ഒക്കെ യേശുവിന്റെ അപ്പുറത്തായിരിക്കണം. പിന്നെ നിങ്ങളുടെ ഇമ്മീഡിയറ്റ് നിങ്ങൾ മുട്ടിമുട്ടി നിൽക്കുന്നത് യേശുവിനെയാണ്. എല്ലാം യേശുവിന്റെ അപ്പുറത്താണ്.
യാതൊന്നും യേശുവിനും നിങ്ങൾക്കും മധ്യത്തിൽ ഉണ്ടാകാൻ പാടില്ല. എല്ലാത്തിനും മധ്യത്തിലേക്ക്, നിങ്ങൾക്കും നിങ്ങളുടെ സാധാരണ ജീവിതത്തിനും മധ്യത്തിലേക്ക് യേശുവിനെ കയറ്റി നിർത്തണം. വഴിമുടക്കി നിൽക്കട്ടെ. പിന്നെ ലോകത്തെ തൊടണമെങ്കിൽ യേശുവിലൂടെ മാത്രമേ നമുക്ക് തൊടാൻ കഴിയൂ. എന്റെ പ്രോജക്റ്റ് എല്ലാം മാറി. ഇനി യേശു എന്തു പറയുന്നു? അവൻ എന്നെക്കുറിച്ചുള്ള സ്വപ്നം എന്താണ്? അവന്റെ പദ്ധതിയുടെ നിർവഹണത്തിനായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. അവന്റെ പദ്ധതിയുടെ നിർവഹണത്തിനായിട്ട് എന്നെ സമർപ്പിക്കണമെങ്കിൽ എന്റെ പദ്ധതികൾ മാറ്റിവെച്ചാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിടുക എന്നുള്ള ഒരു അവസ്ഥ. ഒരു പുതിയ തുടക്കമാണ്. ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്നെന്നാ പറയുന്നത്. നീ കണ്ടിട്ടുള്ളതല്ല, പുതിയതാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ ലോകത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന, അത് നീ കണ്ടിട്ടില്ല, നീ ഇപ്പൊ കാണുന്നുമില്ല. ഇപ്പൊ അവൻ എന്തു മാത്രമേ കാണുന്നുള്ളൂ? അവൻ ദൈവത്തെ മാത്രമേ കാണുന്നുള്ളൂ. കാര്യം അവന്റെ മുമ്പിൽ ഇപ്പൊ ദൈവം മാത്രമേ ഉള്ളൂ. കനാൻ, ഒന്നാമത്തെ കാര്യം, ഇവിടെ കനാൻ നാട്ടിലേക്ക് പോകാൻ പുറപ്പെട്ടെന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന എന്താണ്? അവൻ എവിടേക്ക് പോകുന്നുവെന്ന് അറിയാതെ പുറപ്പെട്ടെന്ന. അതായത് പോകുന്നത് കനാൻ നാട്ടിലേക്കാണെന്ന് പോലും ദൈവം അവന് പറഞ്ഞു കൊടുത്തില്ല. ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട്, അത്രയുമെങ്കിലും ഒന്ന് പറഞ്ഞാലെന്തെങ്കിലും ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. കർത്താവേ, ഹാരാൻ വിട്ടാലും വേണ്ടിയല്ല, കനാൻ കിട്ടുമല്ലോ, അത്രയുമെങ്കിലും ഒരു ആശ്വാസം. അതുപോലുമില്ല. അനിശ്ചിതത്വത്തിലേക്കുള്ള എടുത്തിയാട്ടമാണ് അബ്രഹാമിൻ്റേത്. ഹി വാസ് പ്ലഞ്ചിങ് ഇൻ ടു അൺസർട്ടനിറ്റി. ദാറ്റ് ഈസ് ഫെയ്ത്ത്. അനിശ്ചിതത്വത്തിലേക്കുള്ള എടുത്തിയാട്ടം. ഇന്നും എന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഞാൻ പറയട്ടെ, വിശ്വാസം എന്ന് പറയുന്നത് അനിശ്ചിതത്വത്തിലേക്കുള്ള എടുത്തിയാട്ടമാണ്. അവിടെ നിങ്ങളുടെ ഏക യാഥാർത്ഥ്യം, ഇമ്മീഡിയറ്റ് റിയാലിറ്റി എന്ന് ഞാൻ പറഞ്ഞു. ഒരു പക്ഷേ ഇമ്മീഡിയറ്റ് റിയാലിറ്റി അല്ല, അതിനപ്പുറത്ത് ദി ഓൺലി റിയാലിറ്റി ബിക്കംസ് ജീസസ്. നിങ്ങളുടെ യാഥാർത്ഥ്യം ഇപ്പോൾ യേശു മാത്രമാണ്. അബ്രഹാം ഇപ്പൊ കാണുന്നത് ദൈവത്തെ മാത്രമാണ്, വേറെ ഒന്നും കാണുന്നില്ല. നമ്മുടെ പദ്ധതികളൊക്കെ ഉപേക്ഷിച്ച് ദൈവത്തിന്റെ പദ്ധതിയിലേക്ക്. കർത്താവ് പറയുന്നതാണ്, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കും ദേശത്തേക്ക്. നിന്റെ പദ്ധതി കള, നിന്റെ പിതൃഭവനവും ചാർച്ചക്കാരും ദേശമൊക്കെ നീ വിടെ. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന, ഇനിയിപ്പോൾ നിന്റെ പദ്ധതിക്ക് യാതൊരു പ്രസക്തിയുമില്ല അബ്രഹാമേ. നിന്നെ ഞാൻ എന്റെ പദ്ധതിയിലേക്ക് അഡോപ്റ്റ് ചെയ്യുകയാണ്. ഇനി ഞാൻ പറയുന്നതാണ്, എന്റെ മനസ്സിലുള്ളതാണ്, എന്റെ സ്വപ്നമാണ്, എന്റെ ആഗ്രഹമാണ്, അതാണ് എല്ലാം ചെയ്യുന്നത് ഞാനാ. അല്ലാതെ അബ്രഹാമിന് ഇതിനകത്തൊന്നും ചെയ്യാനില്ല. ആകെപ്പാടെ അബ്രഹാമിന് ചെയ്യാനുള്ളത് എന്താ? അവന്റെ കാൽപാദങ്ങൾ. കാര്യം ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന എന്നുള്ളതല്ലേ പറഞ്ഞു. അപ്പൊ അവൻ ആരെ മാത്രമേ കാണുന്നുള്ളൂ? ദൈവത്തെ മാത്രം കണ്ടുകൊണ്ട് അതിന്റെ പുറകെ നടക്കുക. കർത്താവ് നയിക്കുന്ന പാതയിലൂടെ നിരന്തരമായിട്ട് നടക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. ദൈവം അബ്രഹാമിന്റെ പദ്ധതികളെ കുറിച്ച് ഒന്നും ചോദിച്ചില്ല, എല്ലാം ഉപേക്ഷിക്കാനാണ് പറയുന്നത്. അബ്രഹാമേ, നിന്റെ പദ്ധതികൾ എന്തൊക്കെയാണ്? വാട്ട് ഈസ് യുവർ പ്രോജക്ട്സ്? വാട്ട് ആർ യുവർ പ്രോജക്ട്സ്? അതൊക്കെ ഒന്ന് പറ. അത് നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാമെന്നൊന്നും അല്ല പറഞ്ഞത്, വിടാനാ പറഞ്ഞത്. നമ്മുടെ പദ്ധതികളുടെ മോഡിഫൈഡ് ഫോം അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പ്രത്യുത നമ്മുടെ പദ്ധതികളുടെ ഉപേക്ഷണമാണ്. അതാണ് ദൈവശബ്ദം. അബ്രഹാമിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നത്തിന്റെ നിർവഹണത്തിനായി അവൻ ഏൽപ്പിച്ചു കൊടുത്തു. ദാറ്റ്സ് ഓൾ, വേറെ ഒന്നുമില്ല. അവൻ പറയാണ്, ദൈവമേ നിന്റെ പദ്ധതി എന്താണ്? അവനത് ചോദിച്ച് നീ അതൊന്നും പറയാനും പറയുന്നില്ല, അത് അറിയ പോലും വേണ്ട. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, കാണിപ്പാനിരിക്കുന്ന ദേശം എന്ന് പറയുമ്പോൾ കനാൻ നാട്ടിലേക്കാ പോകുന്നതെന്ന് പറഞ്ഞാൽ തന്നെ എന്തൊരാശ്വാസമായിരുന്നേനെ. അതുപോലും പറയാതെ കംപ്ലീറ്റ് ആയിട്ട് അബ്രഹാം ദൈവിക പദ്ധതിക്കായിട്ട് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. നമുക്കിങ്ങനെ ഒരു ഉപേക്ഷണവും ഏൽപ്പിച്ചു കൊടുക്കലും അനിവാര്യമാണ്. എൻ്റെ വാക്കുകളെ കേൾക്കുമ്പോൾ നമ്മളോട് തന്നെ പറയണം, കർത്താവേ, ഞാൻ എൻ്റെ പദ്ധതികളെ ഉപേക്ഷിക്കുന്നു. എനിക്ക് ഒത്തിരി പ്രോജക്ട്സുമായിട്ട് ഞാൻ നിന്റെ അടുത്ത് വന്നത്, പക്ഷേ ഇനി നീ പറയുന്നതാണ് നിന്റെ ശബ്ദം. എനിക്ക് അത് അബ്രഹാമിന്റെ ശബ്ദം, ആ ദൈവത്തിന്റെ ശബ്ദം അബ്രഹാം കേട്ടു. അതുപോലെ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഇറങ്ങി പുറപ്പെടുന്ന ഒരു അവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദാറ്റ് ഈസ് പ്ലഞ്ചിങ് ഇൻ ടു അൺസർട്ടനിറ്റി. ഫെയ്ത്ത് ഈസ് പ്ലഞ്ചിങ് ഇൻ ടു അൺസർട്ടനിറ്റി, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഇൻസെക്യൂരിറ്റി. വിശ്വാസം എന്നത് അനിശ്ചിതത്വത്തിലേക്കുള്ള എടുത്തിയാട്ടമാണ്. എന്നാൽ അത് അനിശ്ചിതത്വം എന്നുള്ളതേ ഉള്ളൂ,
ഒരിക്കലും അത് ഇൻസർട്ടനിറ്റി അല്ല, അഥവാ അൺസർട്ടനിറ്റി ഉണ്ട് എന്നുള്ളത് ശരിയാണ്, പക്ഷെ ഇൻസെക്യൂരിറ്റി അല്ല. അനിശ്ചിതത്വമുണ്ട്, പക്ഷെ അരക്ഷിതത്വമല്ല. കാരണം ഞാൻ എൻ്റെ പദ്ധതികളെ ഉപേക്ഷിച്ചിട്ട് ചുമ്മാ വായുവിലേക്ക് എടുത്ത് ചാടുകയല്ല, ഞാൻ ഒരാളുടെ കയ്യിലേക്കാണ് എടുത്ത് ചാടുന്നത്. അതെന്റെ യേശുവാണ്. അത് ഇൻസെക്യൂരിറ്റി ഇല്ലാതാക്കുകയാണ്. പിന്നെ എനിക്ക് അരക്ഷിതത്വമില്ല. ഐ ആം സെക്യൂർ ബിക്കോസ് ഐ നോ ഹു ഹോൾഡ്സ് മൈ ഹാൻഡ്സ്. എന്റെ കരം പിടിച്ചിരിക്കുന്നത് ആരാണെന്നുള്ളത് എനിക്കറിയാം. അവന്റെ പദ്ധതിക്ക് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവനൊരു പദ്ധതി എൻ്റെ അടുത്ത് പറഞ്ഞേച്ച്, ഒരു മിഷൻ എന്നെ ഏൽപ്പിച്ചേച്ച് നീ ചെയ്തോന്ന് പറഞ്ഞു പോവുകയല്ല, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്നാ? നമ്മുടെ കൂടെ നടക്കുക. ഞാൻ ആലോചിച്ച് നോക്കി, ഈ ദൈവം പിന്നെ നടക്കുക അബ്രഹാമിന്റെ കൂടെ, ഇട്ടേച്ചു പോകുന്നില്ല. നമ്മുടെ ദൈവം എന്ത് ചെയ്യത്തില്ല? നമ്മളെ ഇട്ടേച്ചു പോവുകയില്ല. ആരും പേടിക്കണ്ട. ഇന്നെന്റെ വാക്കുകളെ കേൾക്കുന്ന ആരും ഭയപ്പെടണ്ട. നിങ്ങളോട് കർത്താവ് ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അത് ചെയ്യ എന്ന് പറഞ്ഞ് നിങ്ങളെ തനിയെ വിടുന്ന ദൈവമല്ല, പ്രത്യുത നിങ്ങളുടെ കൂടെ നടന്ന് നിങ്ങളെ നയിക്കുന്ന, നടത്തുന്നവനായ ഒരു ദൈവം. അത് അനിശ്ചിതത്വമായിരിക്കാം. ഇറ്റ് ഈസ് അൺസർട്ടനിറ്റി, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഇൻസെക്യൂരിറ്റി. അതൊരിക്കലും അത് ഒരിക്കലും അരക്ഷിതത്വമല്ല. യേശുവിന്റെ ശബ്ദം കേട്ട് പുറത്തിറങ്ങിയിട്ടുള്ള, യേശുവിന്റെ ശബ്ദം കേട്ട് അവനെ അനുഗമിക്കുന്ന ഒരാളും അരക്ഷിതത്വത്തിലേക്ക് വീണു പോകയില്ല. അനിശ്ചിതത്വം ഉണ്ടാകാം. നമ്മുടെ ജീവിതത്തിൽ എത്രയോ അനിശ്ചിതത്വങ്ങൾ. എന്താണെന്ന്, നാളെ എന്താണെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥ നമുക്കൊക്കെ ഉണ്ടായിട്ടില്ലേ? നാളെ എങ്ങനെ എന്ത് നടക്കുമെന്ന് അറിയാൻ വയ്യാത്ത അനിശ്ചിതമായ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തൻ. അവൻ കൂടെ നടക്കുന്നവനാണ്. അവന്റെ കാൽപാദങ്ങളെ പിന്തുടർന്നാൽ മാത്രം മതി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ നമ്മുടെ പദ്ധതികളെ ഉപേക്ഷിക്കണം. നമ്മുടെ പദ്ധതികളെ ഉപേക്ഷിച്ചാൽ മാത്രമേ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് കാലെടുത്ത് വെക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനം. അതാണ് അബ്രഹാമിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. എന്നാൽ യാക്കോബിനെ ദൈവം വിളിച്ചപ്പോൾ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യാക്കോബ് അബ്രഹാമിനെ പോലല്ലായിരുന്നു. ദൈവം അബ്രഹാമിനെ വിളിച്ചതുപോലൊക്കെ തന്നെയാ യാക്കോബിനെ വിളിച്ചത്. പക്ഷേ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് യാക്കോബ് പറയുന്നത്, ഓക്കെ, നിന്റെ കാല് നോക്കി നീ എങ്ങോട്ട് പോകുന്നു, ഞാൻ അങ്ങനെ വരാം, നീ പോകുന്നിടത്ത് ഞാനും പോരുമെന്നല്ല പറഞ്ഞത്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിലാണ് നമ്മൾ അത് കാണുന്നത്. അതിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഉൽപ്പത്തി 28-ന്റെ 10 മുതൽ, എന്നാൽ യാക്കോബ് ബേർശബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. അവനൊരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. അവന് സ്വപ്നം കണ്ടു, ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി, അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അതിന്മേൽ കൂടെ കയറുകയും ഇറങ്ങുകയുമായിരുന്നു. അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തു, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോടുകൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. കർത്താവ് ഇതല്ലേ അങ്ങോട്ട് പറയുക കേട്ടോ. കർത്താവ് പറഞ്ഞ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു, യഹോവ ഈ സ്ഥലത്തോട് സത്യം, ഞാനും അത് അറിഞ്ഞില്ല. അവൻ ഭയപ്പെട്ടു. ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഇത് സ്വർഗത്തിന്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. വലിയ പ്രസ്താവനയും ഒക്കെ നടത്തുന്നുണ്ട് അല്ലേ? അവനിതൊക്കെ മനസ്സിലായി. ഇത് ദൈവത്തിന്റെ ആലയമാണ്, ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ, ഇത് ബethel ദൈവത്തിന്റെ ഭവനമാണ്. അതൊക്കെ പറയുന്നുണ്ട്, വലിയ പ്രസ്താവനയൊക്കെ നടത്തുന്നുണ്ട്. ഇത് സ്വർഗത്തിന്റെ വാതിലാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, യാക്കോബിന് ദൈവം എല്ലാ പ്രോമിസസും ആദ്യം തന്നെ കൊടുക്കുന്നുണ്ട്. അത് ഞാൻ നിന്റെ കൂടെ ഇരിക്കും, ഞാൻ നിന്നെ സൂക്ഷിക്കും, നിന്നെ ഈ സ്ഥലത്ത് മടക്കി വരുത്തും, എല്ലാം വാഗ്ദത്തങ്ങളെല്ലാം നൽകുന്നുണ്ട്. അപ്പൊ അതിന് ഇവന്റെ റെസ്പോൺസ് എന്താണെന്നുള്ളതാണ്. അബ്രഹാമിനോടും ദൈവം പറയുന്നുണ്ട്,
എന്ത്? ഞാൻ നിന്നെ അനുഗ്രഹിക്കും, എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. നമ്മൾ സമയമില്ലാഞ്ഞതുകൊണ്ട് ആ വാക്യങ്ങൾ വായിച്ചില്ലെന്നുള്ളതേ ഉള്ളൂ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും, എല്ലാം പറയുന്നുണ്ട്. യാക്കോബിന് കുറച്ചുകൂടെ ഈ ഭൂമി നിനക്ക് തരുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അബ്രഹാമിനോട് അതൊന്നും പറഞ്ഞില്ല. കാര്യം അവനോടത് പറയേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. അവന് ഭൂമിയില്ലെന്നുള്ള പേടിയോ ഒന്നും അന്നും ഇല്ലായിരുന്നു. അവനുണ്ടായിരുന്നല്ലോ, കുറച്ചുണ്ടായിരുന്നു. യാക്കോബിന് ഇപ്പോൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവനത് കേട്ടാലേ ചിലപ്പം ദൈവം ഇച്ചിരി കരുണയൊക്കെ ഉള്ള ആളാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇത് നോക്കി നടക്കുന്നവനോട് ചിലപ്പോൾ പറയും നിനക്ക് തന്നേക്കാമെന്ന്. ഏത്? ഇവിടുത്തെ ഭൂമിയും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നോക്കി നടക്കുന്നതിനോട് ഓക്കേടാ എന്നാ തന്നേക്കാമെന്ന് പറയും. അബ്രഹാമിനോട് പറയേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. ഇവിടെ യാക്കോബ് ഒരു നേർച്ച നേർന്നു. 20-ാമത്തെ വാക്യം, ദൈവം എന്നോടുകൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. നോക്ക്, അബ്രഹാമിന്റെ റെസ്പോൺസും യാക്കോബിന്റെ റെസ്പോൺസും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 12-ാം അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാമിന് ദൈവം പ്രത്യക്ഷനാകുന്നത്, ആദ്യം അവന് പ്രത്യക്ഷനായി എന്നിട്ട് പറഞ്ഞു ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇത്രയും എല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് ദൈവത്തിന്റെ വാക്ക് കേട്ട് ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങിപ്പുറപ്പെട്ട അബ്രഹാം, ഒന്നും നോക്കാതെ അനിശ്ചിതത്വത്തിലേക്ക് എടുത്തു ചാടിയ അബ്രഹാം. അവിടെ നിന്ന് അബ്രഹാം എന്ത് ചെയ്തു? കർത്താവ് കാണിച്ച വഴിയിലൂടെ ചെന്നെത്തിയത് കനാനിലേക്കാണ് കൊണ്ടുപോയത്. ആദ്യം പറഞ്ഞില്ല കനാനിലേക്കാ പോകുന്നെന്നുള്ളത്, പറഞ്ഞില്ല. അവൻ എവിടേക്ക് പോകുന്നുവെന്ന് അറിയാതെ അനിശ്ചിതത്വത്തിൽ എടുത്തിയാടി അവിടെ ചെന്നു. അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ യഹോവ അബ്രഹാമിന് വീണ്ടും പ്രത്യക്ഷനായി. 12:7 നിന്റെ സന്തതിക്ക് ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. അന്നേരമാ പറയുന്നത് ഈ ദേശം ഞാൻ നിന്റെ സന്തതിക്ക് തരുമെന്ന്. അബ്രഹാമിന് കൊടുത്തൊന്നുമില്ല. അബ്രഹാം അത് നോക്കിപ്പോയ ആളുമല്ല. അബ്രഹാമിന് ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. കാര്യം അവൻ ദൈവത്തെ മാത്രം കണ്ട് ഇറങ്ങി പുറപ്പെട്ട ആളാണ്. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്യം, തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. നോക്ക്, ഒരു യാഗപീഠം പണിതു. യാക്കോബ് എന്താ ചെയ്യുന്നത്? 28-ാം അധ്യായത്തിൽ ദൈവം അവന് പ്രത്യക്ഷനായി കഴിഞ്ഞപ്പോൾ അവിടെ കാണുന്നത്, യാക്കോബ് അവന് ഉണർന്നെഴുന്നേറ്റ് തലേണയായി നിർത്തിയിരുന്ന 28:18 തലേണയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണ ഒഴിച്ചു. എന്നിട്ട് അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ യാക്കോബ് ഒരു നേർച്ച നേർന്നു. രണ്ടിന്റെ വ്യത്യാസം കാണണം. ഒന്ന്, തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അബ്രഹാം ഒരു യാഗപീഠം പണിതു. യാക്കോബ് എന്ത് ചെയ്തു? യാഗപീഠം പണിതില്ല, പകരം എന്തെടുത്തു? ഒരു നേർച്ച നേർന്നു. കല്ലെടുത്ത് തലേണയായി വെച്ചിരുന്ന കല്ലെടുത്ത് നാട്ടി എണ്ണ ഒഴിച്ചു. അത് തന്നെ ഒരു ജാതീയ സങ്കല്പവും കാര്യങ്ങളുമാണ്. എന്നിട്ടൊരു നേർച്ച നേർന്നു. അബ്രഹാം യാഗം കഴിച്ചു, യാക്കോബ് നേർച്ച നേർന്നു. എന്താണ് യാഗം? ഞാൻ പലപ്പോഴും അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. യാഗം എന്ന് പറയുന്നത് ഒരാട്ടിൻകുട്ടിയെ കൊടുക്കുന്നതല്ല. അതുകൊണ്ട് മാത്രം അതിനെ യാഗമെന്ന് പറയാൻ പറ്റത്തില്ല. ഞങ്ങളൊക്കെ പണ്ട് മാരാമൺ കൺവെൻഷന് ഞങ്ങളുടെ പള്ളികളിൽ നിന്നാണ്, കുളിയനൂർ മർത്തോമ പള്ളിയിൽ നിന്നൊക്കെയാണ് അന്നത്തെ ആവശ്യത്തിനുള്ള ഓല കൊണ്ടുപോകുന്നത്. അപ്പം നമുക്ക് വീട്ടിൽ ഓല ഒത്തിരി ഉള്ളത് കൊണ്ട് ഓല തന്നെ മെടഞ്ഞ് കൊണ്ടു കൊടുക്കുമായിരുന്നു. പക്ഷെ പലരുടെ വീട്ടിലും അതുപോലെ തെങ്ങൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് പൈസ കാണും. അതുകൊണ്ട് ഓലയ്ക്ക് പകരം അവരെന്ത് ചെയ്യും? പൈസ കൊണ്ടു കൊടുക്കും. അപ്പൊ നമ്മുടെ ചിന്ത, ഒന്നിൽ ആട്ടിൻകുട്ടിയെ കൊടുക്കുക, ഇല്ലെങ്കിൽ അതിന്റെ വില കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലെ ചിന്ത. പക്ഷേ ആട്ടിൻകുട്ടിയുടെ വിലയല്ല ഇവിടുത്തെ വിഷയം. ആട്ടിൻകുട്ടി റെപ്രസെന്റ് ചെയ്യുന്നത് ആ യാഗം അർപ്പിക്കുന്ന ആളിനെ തന്നെയാണ്. ഞാനൊരു ആട്ടിൻകുട്ടിയെ യാഗം അർപ്പിച്ചാൽ, ഏത് ദൈവത്തിന് യാഗം അർപ്പിച്ചാലും
ആദ്യം അത് എന്റെ വകയായിരുന്നെങ്കിൽ യാഗമർപ്പിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ആരുടെ വകയാ? ദൈവത്തിന്റെ വകയാ. ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യുകയാണ്, ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുകയാണ് യാഗം എന്ന് പറഞ്ഞാൽ. ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുക. ഇനിയിപ്പോൾ ആർക്ക് യാഗം അർപ്പിച്ചോ ആ ദൈവം തീരുമാനിച്ചോളൂ എന്തോ വേണമെന്നുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുന്നതാണ് യാഗം. അബ്രഹാമിന് ദൈവം പ്രത്യക്ഷനായപ്പോൾ അബ്രഹാം പറഞ്ഞു, ദൈവമേ, ഈ ആട്ടിൻകുട്ടിക്ക് പകരം ഞാൻ ഇവിടെ കിടക്കേണ്ടത്. ഈ ആട്ടിൻകുട്ടി ഇപ്പോൾ നിന്റെയാണ്, പക്ഷെ അതൊരു പ്രതിനിധാനം ചെയ്യുന്നത് എന്നെയാണ്. ഞാൻ നിന്റെ വകയാണ്. ഇനി നീ തീരുമാനിക്കണം ഞാൻ എന്ത് ചെയ്യണമെങ്കിലും. എന്റെ ഉടമസ്ഥാവകാശം ഞാൻ നിനക്ക് കൈമാറ്റം ചെയ്യുന്നു. എനിക്ക് എന്റേതായ പദ്ധതികളില്ല, എനിക്കൊന്നും ആവശ്യപ്പെടാനില്ല. ഞാൻ മരിച്ച ഒരു യാഗമാണ്. ഇനി നീ എന്തു വേണമെങ്കിലും ചെയ്തു. ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുന്നതാണ് യാഗം. അപ്പൊ അബ്രഹാം ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്തു. യാക്കോബ് ഒരു നേർച്ച നേർന്നു. ഈ നേർച്ച എന്ന് പറയുന്നത് എ കൈൻഡ് ഓഫ് ബിസിനസ്സാ. അതായത് നമ്മൾ നേർച്ച നേരുമ്പോൾ നമ്മൾ പറയുമല്ലോ, എന്റെ പൊന്നു ഗീവർഗീസ് പുണ്യവാള, എന്റെ 12 കോഴിക്കുഞ്ഞിനെ നീ നോക്കി കാത്തോണ്ടിരുന്നാൽ എല്ലാം നേരെയാകുമ്പോൾ ഞാൻ 2 എണ്ണത്തെ നിനക്ക് തന്നേക്കാവുന്നു. പിന്നെ പുണ്യാളന്റെ ചുമതലയാ പരുന്തിനെ പിടിക്കുക, പരുന്തിനെ എല്ലാം ഓടിച്ചു വിടുക എന്നുള്ളത്. കാര്യം എന്നാലല്ല ഈ 2 എണ്ണം കിട്ടത്തുള്ളൂ. അപ്പൊ ഈ 2 എണ്ണം കിട്ടാൻ എന്ത് ചെയ്തു? പുണ്യാളൻ എങ്ങനെങ്കിലും അതിനെ നോക്കിക്കോളും. അതാണ് നേർച്ച എന്ന് പറയുന്നത്. നേർച്ച എന്ന് പറയുന്നത് ഒരു ബിസിനസ്സാ. നേർച്ച. യാക്കോബ് പറയുന്നത് ഇതുപോലെയാ. യാക്കോബ് പറയുന്നത്, ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ. അപ്പൊ ഇത്രയും കാര്യം ആര് ചെയ്യണം? ദൈവം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. അപ്പൊ ഇപ്പൊ ദൈവമല്ല. അതൊരു വലിയ വിഷയമാണ്. ഈ ദൈവത്തിന്റെ നമ്മൾ ഈ ബിറ്റ്വീൻ ദ ലൈൻസ് വായിച്ചു കഴിഞ്ഞാൽ അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ അബ്രഹാമിനോട് പറയുന്നത്, അബ്രഹാമേ ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന് പറയുന്നുണ്ടോ? 12-ാം അധ്യായത്തിൽ അങ്ങനെ പറയുന്നില്ല. കാരണം അത് തീരുമാനിക്കേണ്ടത് ആരാ? അബ്രഹാമാ തീരുമാനിക്കേണ്ടത്. എന്നാൽ അബ്രഹാം യാഗം കഴിച്ചപ്പോൾ, ഉടമസ്ഥാവകാശം ദൈവത്തിന് കൈമാറ്റം ചെയ്തപ്പോൾ ദൈവം അബ്രഹാമിന്റെ ദൈവമായി. അതുകൊണ്ട് ഇസഹാക്കിന് ദൈവം പ്രത്യക്ഷനാകുമ്പോൾ ഇസഹാക്കിനോട് ദൈവം പറയുന്നത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവമാകുന്നു എന്നാ. എന്തുകൊണ്ടാ? അബ്രഹാം യാഗം കഴിച്ചത് കൊണ്ടാണ്. ഇസഹാക്കിന് ദൈവം പ്രത്യക്ഷനായപ്പോൾ തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് ഇസഹാക്ക് ഒരു യാഗം കഴിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസഹാക്കും പറഞ്ഞു, എന്റെ ഉടമസ്ഥാവകാശം ഞാൻ നിനക്ക് വിട്ടുതരുന്നു. ഇനി എന്റെ ഉടമസ്ഥൻ നീയാണ്, നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ സമയം ദൈവത്തിന് ഇസഹാക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട് യാക്കോബിന് പ്രത്യക്ഷനാകുമ്പോൾ ദൈവം പറയുന്നതെന്നറിയാമോ? ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവമാകുന്നു. നിന്റെ ദൈവമായിട്ടില്ല, അത് നീ തീരുമാനിക്കണം. നിന്റെ ദൈവമാകണമെങ്കിൽ നീയും യാഗം കഴിക്കണം, ഉടമസ്ഥാവകാശം എനിക്ക് തരണം. യാക്കോബ് പറയുന്നതെന്നറിയാമോ? അത് പിന്നെ തീരുമാനിക്കാം. ഇപ്പൊ തൽക്കാലം നമുക്കൊരു നേർച്ചയലങ്ങ് നിർത്താം. യാഗമൊക്കെ അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ എന്തൊക്കെയാ ചോദിക്കുന്നതെന്ന് ആർക്കറിയാം? എന്റെ വല്യപ്പൻ യാഗം കഴിച്ചതാ, കുറച്ചുനാൾ കഴിഞ്ഞപ്പം നീ എന്തോ ചോദിച്ചത്? മോനെ താളാ കൊല്ലാൻ. നീ എന്തൊക്കെയാ ചോദിക്കുന്നെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് യാഗമൊക്കെ പിന്നെ കഴിക്കാം. കാര്യം ഞാനിപ്പോ എന്റെ അമ്മാച്ചന്റെ വീട്ടിലോട്ട് പോവുക, അവിടെ 2 പെമ്പിള്ളാരൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നീ എങ്ങാണോ അവരെ എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോ എന്തോ ചെയ്യും? അപ്പൊ അതുകൊണ്ട് അതൊക്കെ പിന്നെ ആലോചിക്കാം. ഇപ്പൊ തൽക്കാലത്തേക്ക് ഒരു നേർച്ച എന്താ? നീ എന്നെ കാക്ക, ഞാൻ പോകുന്ന ഈ വഴിയിൽ. അപ്പൊ വഴി ആരുടെയാ? ദൈവത്തിന്റെ അല്ല, എന്റെ വഴി. എന്റെ വഴിയെ നീ വരണം. അബ്രഹാം ദൈവത്തിന്റെ വഴിയെ പോയി, യാക്കോബ് പറയുന്നത് ദൈവമേ നീ എന്റെ വഴിയെ വരണം. ഇതാണ് വ്യത്യാസം. ഞാൻ പോകുന്ന ഈ വഴിയിൽ നീ എന്നോടുകൂടെ ഇരിക്കുകയും, അതായത് ദൈവത്തെ അഡോപ്റ്റ് ചെയ്യുക. അവൻ അബ്രഹാമിനെ ദൈവം അഡോപ്റ്റ് ചെയ്തു,
ഇവിടെ യാക്കോബ് ദൈവത്തെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. നീ ഇങ്ങ് വാ, നീ എന്റെ കാര്യമൊക്കെ നോക്ക്, എന്നിട്ട് ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എന്റെ അപ്പന്റെ വീട്ടിൽ സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. അപ്പോഴത്തേക്ക് ഒരു 19 വയസ്സൊക്കെ ആകുമെന്ന് വെച്ചു. പിന്നെ ഞാൻ ദൈവമേന്നേ വിളിക്കത്തുള്ളൂ, അന്നേരം ഞാൻ യാഗമൊക്കെ അർപ്പിച്ചോളാം. അതുവരെ യാഗമൊന്നും വേണ്ട, നേർച്ച മതി. പിന്നെ നേർച്ചയുടെ മറ്റൊരു കാര്യമാണ്, ഞാൻ തൂണായി നിർത്തിയിരിക്കുന്ന ഈ കല്ല് ദൈവത്തിന്റെ ആലയമാകും, നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു. ഒരു പരിധിവരെ അവൻ പറയുന്നതെന്നറിയോ? കർത്താവേ, അല്ലെങ്കിൽ യഹോവേ, നീ എന്നെ കാക്കണം, എനിക്ക് ഭക്ഷിപ്പാൻ ആഹാരം തരണം, ധരിപ്പാൻ വസ്ത്രം തരണം, എല്ലാം നീ ചെയ്തു തരണം. നീ ഇങ്ങോട്ട് എന്റെ പ്രോജക്റ്റ് എല്ലാം നീ ചെയ്തു തരണം. പിന്നെ വെറുതെ വേണ്ട, ഞാൻ എന്ത് ചെയ്തോളാം? ഞാൻ ദശാംശം തന്നോളാം. ഇന്നും പലരുടെയും ചിന്ത ദശാംശം കൊടുത്ത് ദൈവത്തെ വിലയ്ക്ക് വാങ്ങിക്കാമെന്നാ. ഞാൻ ദശാംശം കൊടുക്കുന്നുണ്ട്. ഞാനെപ്പോഴും പറയാറുള്ള കാര്യമാണ്, എന്തുവാ ഈ ദശാംശം? 10-1 ഇല്ലേ? ഞാനിപ്പം മാത്യുവിനോട് പറയുകയാണെന്ന് വെച്ചോ, മാത്യു ഒരു 10,000 രൂപ എനിക്ക് താ. മാത്യു എടുത്ത് തരും, അത് വേറെ കാര്യം. പക്ഷേ അങ്ങനെ വലിയ ബന്ധമൊന്നുമില്ലെങ്കിൽ മാത്യു എന്നോട് ചോദിക്കുകയാണെന്ന് വെച്ചു, ഞാനെന്തിനാ വെറുതെ അച്ഛന് 10,000 രൂപ തരുന്നത്? വെറുതെ ഒന്നും വേണ്ട, 10,000 രൂപ എനിക്ക് തരുമെങ്കിൽ അതിൽ നിന്ന് 1000 രൂപ ഞാൻ നിങ്ങൾക്ക് മടക്കി തരുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ ദശാംശം. അല്ലാതെ ദശാംശം എന്ന് പറയുന്നത് വലിയ ആനക്കാര്യമൊന്നുമല്ല. പിന്നെ ഈ ദശാംശത്തിന്റെ ഉപദേശത്തിന്റെ ഒരു പ്രശ്നം, നമ്മുടെ മനസ്സിൽ 10-1 ദൈവത്തിന്റെ, ബാക്കിയുള്ള 90% അത് നമ്മളെയാണെന്നാ നമ്മുടെ ചിന്ത. അതാ വലിയ പ്രശ്നം. അതുകൊണ്ട് ദശാംശം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി പൈസ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ കാണിക്കാമെന്നാ പലരുടെയും ചിന്ത. എന്ന് ഒരു കാര്യം ഞാൻ പറയാം, 100% ആരുടേതാണ്? ദൈവത്തിൻ്റെയാ. ദൈവത്തിന് കൊടുക്കാൻ നിങ്ങൾക്ക് സന്തോഷത്തോടെ കൊടുക്കുന്നത് കർത്താവ് സ്നേഹിക്കുന്നു. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അത് കൊടുത്ത് ദൈവത്തെ വിലയ്ക്ക് വാങ്ങിക്കാമെന്ന് ആരും ചിന്തിക്കണ്ട. പിന്നെ ബാക്കിയുള്ള 90% എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാമെന്ന് ചിന്തിക്കുന്നതും വലിയ അപകടമാണ്. മുഴുവനും ദൈവത്തിൻ്റെയാണ്. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിനോ കാറ് വാങ്ങിക്കുന്നതിനോ വീട് പണിയുന്നതിനോ ഒക്കെ ഉപയോഗിച്ചോ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അത് ദൈവത്തോട് ചോദിച്ചിട്ട് വേണം. കാര്യം ആരുടെ പൈസയാണ്? നിങ്ങളുടെ പൈസയല്ല. ഇറ്റ് ബിലോങ്സ് ടു ഗോഡ്. ദൈവത്തിന്റെ വകയാണ്. ദൈവത്തിൽ നിന്ന് ഇങ്ങോട്ട് സ്വീകരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ അങ്ങോട്ട് ദൈവത്തിന് കൊടുക്കുന്നതെന്ന് പറയുന്നതിനകത്ത് വലിയ അർത്ഥമില്ല. കിട്ടിയതിൽ നിന്ന് കൊടുക്കുന്നെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ദൈവം നോക്കുന്ന ഇതല്ല, ഉടമസ്ഥാവകാശം അവന് കൊടുക്കുമോ എന്നുള്ളതാണ്. ദശാംശം കൊടുക്കുന്നതല്ല ദൈവത്തിന് പ്രധാനം. ദൈവത്തിന് പ്രധാനം നമ്മുടെ ഉടമസ്ഥാവകാശം ദൈവത്തിന് കൈമാറ്റം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഉടമസ്ഥാവകാശം ദൈവത്തിന് കൈമാറ്റം ചെയ്താൽ പിന്നെ നമ്മുടെ മേലുള്ള സകല അധികാരവും ദൈവത്തിനാണ്. പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ അവന്റെ പ്രോജക്റ്റിനകത്ത് ഞാനൊരു ഭാഗമാവുകയാണ്. ദൈവം എന്നെ അഡോപ്റ്റ് ചെയ്യുകയാണ്. നേർച്ചയ്ക്കകത്ത് നമ്മൾ ദൈവത്തെ അഡോപ്റ്റ് ചെയ്യാൻ നോക്കുക. ഞാൻ പോകുന്ന ഈ വഴിയിൽ നീ എന്നോടുകൂടെ ഇരിക്കുകയും. ചോദ്യം ഇതാണ്, ആരെയാണ് അഡോപ്റ്റ് ചെയ്യുന്നത്? നമ്മൾ ദൈവത്തെ അഡോപ്റ്റ് ചെയ്യുകയാണോ അതോ ദൈവം നമ്മളെ അഡോപ്റ്റ് ചെയ്യുകയാണോ? ശരിക്കും ദൈവിക പദ്ധതിയിൽ ഞാൻ പങ്കാളിയാവുകയാണ്, അല്ലാതെ എൻ്റെ പദ്ധതിയിൽ ദൈവത്തെ പങ്കാളിയാക്കുന്നതല്ല ആത്മീയത എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാത്തപ്പോഴും ദൈവം പലപ്പോഴും പ്രോമിസൊക്കെ തരും. ഇവിടെ 15-ാമത്തെ വാക്യത്തിലും അവിടെ ദൈവം 15-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നോടുകൂടെ ഇരിക്കുമെന്ന്. ഇവൻ പറഞ്ഞല്ലോ നീ എന്നോടുകൂടെ ഇരിക്കുമെങ്കിൽ എന്ന് പറഞ്ഞല്ലോ. പക്ഷെ 15-ാമത്തെ വാക്യത്തിൽ ഇതാ ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് മടക്കി വരുത്തും, ഞാൻ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും, ഞാൻ നിന്റെ കൂടെ ഇരിക്കും. പക്ഷേ ചോദ്യം ഇതാണ്, നീ ദൈവം നിന്നോടുകൂടെ ഇരിക്കുകയാണോ, നീ ദൈവത്തോടുകൂടെ ഇരിക്കുകയാണോ? ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ നമ്മൾ ദൈവത്തോടുകൂടെ ഉണ്ടോ? ദൈവം നമ്മളെ സഹായിക്കുന്നു, അല്ലെങ്കിൽ ദൈവം നമ്മുടെ ഇഷ്ടങ്ങളെ താല്പര്യങ്ങളെ ഒക്കെ കർത്താവ് ചെയ്തു തരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടം നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ചോദ്യം. ദൈവം നമ്മളെ സഹായിക്കുന്നു എന്നുള്ളത് ഒരു കാര്യമാണ്. പക്ഷേ അതിനേക്കാൾ അപ്പുറത്താണ് നാം ദൈവത്തിന്റെ വഴിയെ പോവുക എന്നുള്ളത്. ഞാൻ പോകുന്ന ഈ വഴിയിൽ, ഈ യാത്രയിൽ, അതാണ് യാക്കോബ് പറയുന്നത്. എന്നാൽ അബ്രഹാം അങ്ങനെ പറഞ്ഞില്ല. അബ്രഹാമിന് പദ്ധതികളൊന്നുമില്ലായിരുന്നു.
പക്ഷേ യാക്കോബിന് ഒരു പദ്ധതിയുണ്ട്. എന്റെ പദ്ധതിയിൽ നീ പങ്കാളിയാകണമെന്നാണ് യാക്കോബ് പറയുന്നത്. ഇന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് തന്നെ ചോദിക്കേണ്ടതായ ഒരു ചോദ്യമാണ്, ആരാരുടെ പങ്കാളിയാണ്? ദൈവത്തെ എന്റെ പങ്കാളിയാക്കണം എന്ന് നമ്മൾ പറയുന്നത് നേർച്ച. ആദ്യം നീ ചെയ്യ്, എന്റെ വഴിയെ നീ വന്ന് എന്നെ അനുഗ്രഹിക്ക്, അങ്ങനെയെങ്കിൽ ഞാൻ നിന്നെ ദൈവമാക്കാം. യാഗമൊന്നും ഇപ്പൊ കഴിക്കാൻ പറ്റിയല്ല, കുറച്ച് കഴിഞ്ഞിട്ടേ യാഗം കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുള്ളൂ. അങ്ങനെയല്ല. ദൈവം നമുക്ക് പ്രത്യക്ഷനായെങ്കിൽ, അവൻ നമുക്കും നമ്മുടെ സാധാരണ ജീവിതത്തിനും മധ്യേ കയറി നിൽക്കുന്നുവെങ്കിൽ അതിന്റെ പിന്നിലുള്ളതിനെയൊക്കെ മാറ്റിക്കളാം. അവന്റെ പദ്ധതിയിൽ ഞാൻ പങ്കാളിയാവുക. യാക്കോബ് പറയുന്നത് കണ്ടീഷണലാണ് വർഷിപ്പ്. നീ ഇതെല്ലാം എനിക്ക് ചെയ്തു തരുമെങ്കിൽ. പക്ഷെ അബ്രഹാം ഒരൊറ്റ കണ്ടീഷനും വെക്കുന്നില്ല. ഉൽപ്പത്തി 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഒരു കണ്ടീഷനും വെക്കാതെയാണ്, യാതൊന്നും പറയാതെയാണ് ശരിക്കും അബ്രഹാം ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെടുന്നത്. ജസ്റ്റ് അവന്റെ പിന്നാലെ അങ്ങ് പോവുകയാണ്. എന്നിട്ട് പറയാ, നീ കാണിക്കുന്ന നിന്റെ ദേശത്ത് എന്റെ പദ്ധതിയിലേക്ക് നീ ഇറങ്ങി വരണമെന്ന് അബ്രഹാം പറയുന്നില്ല. പക്ഷേ യാക്കോബ് പറയുന്നത് എന്റെ പദ്ധതിയിലേക്ക് നീ ഇറങ്ങി വരണം. നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചേ, ഇന്ന് പലപ്പോഴും നമ്മുടെ പദ്ധതിയിലേക്ക് ദൈവത്തെ ഇറക്കിക്കൊണ്ടുവരുവാനല്ലേ നമ്മൾ പരിശ്രമിക്കുന്നത്? അതിനല്ലേ ആളുകൾ പലപ്പോഴും യോഗങ്ങൾക്ക് വരുന്നത് പോലും അതിനല്ലേ, പ്രാർത്ഥിക്കുന്നത് അതിനല്ലേ, നമ്മുടെ പദ്ധതികളിലേക്ക് ദൈവത്തെ ഇറക്കിക്കൊണ്ടുവരുവാൻ. അതിൽ നിന്ന് വലിയൊരു വ്യതിയാനം വേണം. ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ട് എന്ന് ഞാൻ തിരിച്ചറിയണം. ആ പദ്ധതിക്ക് ഞാൻ പങ്കാളിയാകണം. ഞാൻ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. യാഗം കഴിക്കണം. യാഗാർപ്പണം എന്താണ്? ഉടമസ്ഥാവകാശത്തിന്റെ കൈമാറ്റമാണ്. അങ്ങനെ ശരിയായ നിലയിൽ ഒരു യാഗാർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ആത്മീയതയിലേക്ക് വരുവാൻ കഴിയാതെ പോകും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കർത്താവ് നമ്മുടെ വഴിയെ വരണം എന്നുള്ള നിർബന്ധമല്ല. പ്രത്യുത ദൈവത്തിന്റെ വഴിയെ ഞാൻ ചെല്ലും. അബ്രഹാമിനോട് പറഞ്ഞു, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട്. നിനക്ക് ഒത്തിരി പ്രോജക്റ്റുകൾ ഉണ്ടായിരുന്നു. നിനക്ക് ഹാരാനിൽ വലിയ വീടുകളും ആളുകളും എല്ലാം ഉണ്ടായിരുന്നു. നിന്റെ പ്രോജക്റ്റ് എല്ലാം വിട്. ഇന്ന് ദൈവം പറയുകയാണ്, നമ്മുടെ പ്രോജക്റ്റുകൾ വിട്ടുകളയുക. എന്നിട്ടെന്താ? ദൈവമേ, നിന്റെ പ്രോജക്റ്റ് എന്താ? ഞാൻ വരാം. ദൈവം നമ്മുടെ ഇമ്മീഡിയറ്റ് റിയാലിറ്റി ആകുക. നമ്മുടെ ഉടമസ്ഥാവകാശം നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുക്കുക. അവന്റെ പിന്നാലെ പോവുക. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്. അതേ കർത്താവേ, മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റൊന്നും എനിക്ക് യാഥാർത്ഥ്യമല്ല. നീ മാത്രമാണ് എൻ്റെ യാഥാർത്ഥ്യം. ഞാൻ എന്നെ തന്നെ യാഗമാക്കുന്നു. എൻ്റെ ഉടമസ്ഥാവകാശം നിനക്ക് ഞാൻ വിട്ടുതരുന്നു. യേശുവേ, നിന്റെ പിന്നാലെ, നിന്റെ പാത നോക്കി നീ പോകുന്ന വഴിയെ, നിന്റെ വഴിയെ ഞാൻ വരിക. എൻ്റെ വഴിയെ നീ വരണമെന്നല്ല ഞാൻ പറയുന്നത്, നിന്റെ വഴിയെ ഞാൻ വരികയാ. നീ എനിക്കൊന്ന് പറഞ്ഞതാ, ഒന്ന് മനസ്സിലാക്കിത്താ. കർത്താവേ, എന്നെക്കുറിച്ചുള്ള നിന്റെ പദ്ധതി എന്താണ്? അതിനെന്നെ സഹായിക്കണമേ. അതറിയാൻ എന്നെ സഹായിക്കണമേ. അത് പിൻപറ്റുവാൻ എന്നെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ.